Advanced Excel function Malayalam tutorial ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് eomonth function and find function ആണ്. നമുക്ക് നോക്കാം. The eomonth function returns the Excel date for the last date of given month using the number of starting date. അപ്പോൾ നമ്മൾ മുമ്പ് ഡേറ്റ് ഫംഗ്ഷനിൽ ഉപയോഗിച്ച അതേ ഒരു ഉപയോഗമുള്ള ഒരു ഫംഗ്ഷനാണ് eomonth ഫംഗ്ഷൻ. അതായത് നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത ഒരു ഡേറ്റിനോട് കൂടി ഒരു മന്ത് ആഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡേറ്റ് ആഡ് ചെയ്യാം. 25/2018. അതിനുശേഷം നമുക്ക് ഇവിടെ 5 എന്ന് എൻ്റർ ചെയ്യാം. അതായത് 5 മാസം നമ്മൾ ഈ ഡേറ്റിനോട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈക്വൽ ടു eomonth, കറക്റ്റ്. അതിനുശേഷം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ്, അതിനുശേഷം നമ്മൾ ഒരു കോമ പ്രസ് ചെയ്താൽ എത്ര മാസമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 5 മാസം ആഡ് ചെയ്ത് നമ്മൾ എൻ്റർ കീ ചെയ്യും. അപ്പോൾ നമുക്ക് വാല്യൂ എററാണ്. വാല്യൂ എറർ കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഡീഫോൾട്ടായിട്ട് എക്സലിൽ നമുക്ക് കാണാൻ കഴിയും ഇത് US സ്റ്റാൻഡേർഡ് ഓഫ് ഡേറ്റ് ആണ്. അപ്പോൾ ആദ്യം മന്തായിരിക്കും വരിക. അപ്പോൾ നമ്മളിവിടെ 20 മാറ്റി 2 എന്ന് എൻ്റർ ചെയ്താൽ നിങ്ങൾക്കിവിടെ പിന്നെയും എറർ, കാരണം ഇത് ഡേറ്റ് ഫോർമാറ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഈ സെൽ നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ഫസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്ത് ഫോർമാറ്റ് പ്രിൻ്റർ ഉപയോഗിച്ച് നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുക. പിന്നെയും എറർ കാരണം നമ്മളിവിടെ സെല്ലൊന്ന് വലുതാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 5 മാസം ആഡ് ചെയ്ത ഒരു ഡേറ്റ് ഇവിടെ ലഭിച്ചു. അപ്പോൾ eomonth ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഫൈൻഡ് ഫംഗ്ഷനാണ്. ഫൈൻഡ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വാല്യൂ, ഒരു ടെക്സ്റ്റിൻ്റെ പൊസിഷനിങ് സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇത് കേസ് സെൻസിറ്റീവാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കേസ് സെൻസിറ്റീവ്, അതായത് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എററായിരിക്കും. നമ്മളിത് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ അബ്ദുൽ കരീം എന്ന ഒരു ടെക്സ്റ്റ് നമ്മളതിൻ്റെ ഫൈൻഡ് ഫംഗ്ഷൻ ആഡ് ചെയ്യാം. ഫൈൻ, അതിനുശേഷം നമ്മൾ ഫൈൻഡ് ടെക്സ്റ്റ്, നമ്മൾ ഏത് ടെക്സ്റ്റാണോ ഇതിൽ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ അബ്ദുൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിത്തിൻ റേഞ്ച്, ഏത് റേഞ്ചിലാണ് ഏത് സെല്ലിലാണ് നമ്മൾ ടെക്സ്റ്റ് സെർച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് സ്റ്റാർട്ട് നമ്പറാണിത്, ബ്രാക്കറ്റ് നമ്മൾ ഇട്ടതുകൊണ്ട് അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നില്ല. അപ്പോൾ ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 1 എന്ന വാല്യൂ കാണാം. കാരണം ഇവിടെ അബ്ദുൽ എന്നത് ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് ആയതുകൊണ്ടാണ് 1 എന്ന വാല്യൂ ലഭിച്ചത്. ഇപ്പോൾ നമ്മളിവിടെ ചെറിയ അക്ഷരം A ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കിവിടെ എറർ ലഭിക്കും, കാരണം ഇത് കേസ് സെൻസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. പക്ഷേ ഇത് മറ്റുള്ള ഫങ്ഷനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വളരെ ഇൻട്രാക്റ്റീവായ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ കൂടുതൽ വീഡിയോ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഞാൻ കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ലഭിക്കും. മറ്റൊരു ഫംഗ്ഷനുമായി വീണ്ടും നമുക്ക്